ഇനി നമുക്ക് റൗളേഴ്സ് ലോ കുറിച്ച് പഠിക്കാം. റൗളേഴ്സ് ലോ ഡെഫിനിഷൻ പറയുന്നത് വെച്ചാൽ ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് the partial vapor pressure of the liquid is directly proportional to the mole fraction of the solution. ഈ റൗളേഴ്സിന്റെ അടിസ്ഥാനത്തിൽ സൊല്യൂഷൻസിനെ രണ്ട് തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഐഡിയൽ സൊല്യൂഷൻസ്, the second one is non-ideal solutions. Ideal solutions are those solutions which obey Raoult's law over entire concentrations and at all temperatures. കോൺസെൻട്രേഷൻ മാറ്റം വരാതെ എങ്ങനെ മാറ്റം വന്നാലും ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാലും റൗളേഴ്സ് ലോ അനുസരിക്കുന്ന സൊല്യൂഷൻസിനെയാണ് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അവിടെ ഡെൽറ്റ വി മിക്സ് വോളമിക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് ദ മിക്സിംഗ് ഡെൽറ്റ എച്ച് എക്സ് ഇസ് ഓൾസോ 0. ഇതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒന്ന് ഹെൻഹെപ്റ്റൈൻ and hexaheptane, a solution of enheptine and hexaheptane, and another one is chloroethane and bromoethane, and third example benzene and toluene. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പായ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് which does not obey Raoult's law at all temperatures and entire concentration. എല്ലാ കോൺസെൻട്രേഷൻസിലും എല്ലാ ടെമ്പറേച്ചറിലും Raoult's law ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇത് തന്നെ രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവയും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവയും.